ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂട്ട്സ്. ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണിത്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്തായിരുന്നു ഗ്രീറ്റിംഗ്സ് കാർഡുകളുടെ ബഹളം. എക്സ്മസ്, ന്യൂ ഇയർ ഒക്കെ എല്ലാ ഷോപ്പുകളിലും കാർഡ്സ് കൊണ്ടുള്ള ബഹളമായിരിക്കും. വെക്കേഷന് സ്കൂൾ പൂട്ടുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ നേരിട്ടും അല്ലാതെ പോസ്റ്റലായും കാർഡ്സ് കൊടുത്തില്ലെങ്കിൽ പിന്നെന്ത് ക്രിസ്മസ് സെലിബ്രേഷൻ. 5 രൂപ 10 രൂപ തുടങ്ങി വലിയ കട്ടിങ്സും ഡെക്കറേഷനും ഒക്കെയുള്ള ഒരുപാട് കാർഡ്സ്. ഇപ്പോഴാണല്ലോ വാട്സപ്പും ഫേസ്ബുക്ക് തുടങ്ങിയ വിരൽത്തുമ്പിൽ നമുക്ക് ആശംസകൾ കൈമാറാനുള്ള സംവിധാനം വന്നത്. ഐ റിയലി മിസ് ദോസ് ഡേയ്സ്. എക്സ്മസ് സ്പെഷ്യൽ ആയിക്കോട്ടെ ഇന്നത്തെ കാർഡ്സ്, ബർത്ത്ഡേ പോലുള്ള മറ്റു കാർഡ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർഡ്സ് ഉണ്ടാക്കുന്നത് എന്ന്. അതിനു മുൻപായി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോക്ക് തൊട്ട് താഴെ ചുവപ്പ് നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഒന്നിനേക്കാൾ ചെറുതാണ് മറ്റൊന്ന്. ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പേപ്പർ എടുക്കാവുന്നതാണ്. ഒരു പേപ്പറിനേക്കാളും കുറച്ച് സൈസ് ചെറുതായിരിക്കണം. ഇതുപോലെ വരുന്ന രീതിയിലായിരിക്കണം അടുത്ത പേപ്പർ. ഇനി നമുക്ക് ഈ പേപ്പർ രണ്ടായി മടക്കാം. ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്താം. ആദ്യത്തെ അവസാനത്തെ 0.5 ഒഴിവാക്കിയിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്കത് ഇതുപോലെ വരക്കാം. ആദ്യത്തേത് ഞാൻ 5 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. അടുത്തത് 4 സെൻറ്റിമീറ്റർ, അടുത്തത് 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 0.5. ഇനി നമുക്കത് ആ ലൈനിലൂടെ കട്ട് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3, 2, 1, 0.5. അതിനുശേഷം നമുക്കിങ്ങനെ ഇത് മടക്കാം. ഇനി നേർത്ത് ഇതുപോലെ കട്ടിങ് ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുക. ഇനി നമുക്കിത് ഈ പേപ്പറിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ് ഈ കാർഡ് ഉണ്ടാക്കുവാൻ. കട്ടിംഗ് ഒക്കെ ഒന്ന് നിവർത്തി കൊടുത്ത് നമുക്കിത് ഫോൾഡ് ചെയ്യാം.
ഒരു കേക്കിൻ്റെ രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാർഡ്. നമുക്കിനി ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ മെത്തേഡ് മാത്രം കാണിച്ചു തന്നു എന്ന് മാത്രം. ഇനി അടുത്ത കാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അടുത്ത ടൈപ്പ് കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായത് ഒരു പേപ്പറും കുറച്ച് പേപ്പർ സ്ട്രിപ്സുമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർഡ് ഉണ്ടാക്കുന്നതെന്ന്. ഈ സ്ട്രിപ്സ് നമുക്ക് സിക്സാക് ടൈപ്പിൽ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ സ്ട്രിപ്സുകളും സിക്സാക് ടൈപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പേപ്പറും ഡിഫറെൻറ്റ് സൈസിൽ സിക്സാക് മോഡലിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ആദ്യം ഈ പേപ്പർ രണ്ടായി മടക്കുക. ഞാൻ നോർമൽ ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അത് രണ്ടും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ മാത്രമേ കാർഡിനൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യൂ. ഇത് നോർമൽ പേപ്പർ പോലെയാണ്. ഇനി നമുക്ക് ഈ സിക്സാക് ഷേപ്പിൻ്റെ രണ്ടറ്റങ്ങളിലും ഗം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. രണ്ട് വശങ്ങളിലും ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. ഇനി അതിലും കുറച്ച് ചെറുതായിട്ടുള്ളത് അതിന് മുകളിലായി സ്റ്റിക്ക് ചെയ്യുക. സൈസ് വൈസ് ആണ് സ്റ്റിക്ക് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. എല്ലാ സ്ട്രിപ്സും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഒരു ക്രിസ്മസ് ട്രീ ടൈപ്പ് കാർഡാണിത്. ടൈപ്പ് കാർഡ് ഉണ്ടാക്കാനായി ഞാൻ രണ്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്ത പേപ്പറിൻ്റെ സൈസ്. ചെറിയ പേപ്പറിൽ ഞാനൊരു സ്റ്റാർ വരച്ചിട്ടുണ്ട് മുകളിലായി. അതിന് താഴെ ഒരു ക്രിസ്മസ് ട്രീ, ഒരു ട്രയാങ്കിൾ 8 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ട്രയാങ്കിൾ വരച്ച് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഞാനത് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റാറും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ട് വശങ്ങളിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഗം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്കിത് രണ്ടായി ഫോൾഡ് ചെയ്യാം.
ഇതാണ് നമ്മുടെ കാർഡ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്ത് കുളമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ഐറ്റവുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.